കുറച്ച് കാലം മുൻപ് വരെ നമുക്ക് ഈ ട്രാവൽ വ്ളോഗേഴ്സിനെ രണ്ടായിട്ട് തിരിക്കായിരുന്നു. ഒന്ന് സന്തോഷ് ജോർജ് കുളങ്ങരെ, ഒന്ന് മറ്റുള്ള എല്ലാവരും നമുക്ക് വേണേൽ പറയാം. സന്തോഷ് ജോർജ് കുളങ്ങര സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹം വിഷ്വൽ മാത്രമേ കാണുന്നുള്ളൂ. മറ്റു പല വ്ളോഗേഴ്സും ഒരു സ്ഥലം കാണുന്നു, അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാര്യമായിട്ട് പറയാത്ത രീതിയിൽ അത് കാണിച്ചു വിടുന്ന രീതിയിൽ പോകുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. പിന്നീട് എനിക്കൊന്ന് ഷെറിനും വേറെ ഒന്ന് രണ്ട് പേരും കൂടെ വരുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ ഹിസ്റ്ററി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുത്തിട്ട് ഹിസ്റ്ററി പറയുന്നു. ശരിക്കും ഒരു സ്ഥലം കണ്ടോ ഇത് ഗംഭീരമാണെന്ന് പറഞ്ഞു പോകുന്നതിലും ഇതിന്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാണുന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. സഞ്ചാരത്തിൽ 100% അത് തന്നെ ചെയ്യുന്നത്. ഷെറിനൊക്കെ അതേ ഒരു പാത തന്നെ പിന്തുടർന്ന് അതിന്റെ ഹിസ്റ്ററി പഠിച്ച് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? കാരണം നോർമലി നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ സ്ഥലം കൊള്ളാന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെയും പോകാം, അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട്. അതും ഒരു രീതിയാണ്, അത് എളുപ്പമാണ്. ഈ ഹിസ്റ്ററി പഠിച്ച് പറയാം ആ ഒരു പാത പിന്തുടരാനുള്ള റീസൺ എന്താ? അതായത് ആദ്യം തന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഈ സന്തോഷ് സാറ് ചെയ്യുന്ന സാധനം വേറെ, നമ്മൾ ചെയ്യുന്ന വേറെ. ഇത് എല്ലാം ഒരേ, ഇപ്പൊ ട്രാവൽ ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, നിങ്ങൾ യൂട്യൂബിലോ ടി വിയിലോ കാണുന്നു, ഇത് പാറ്റേൺ ഒരുപോലെ ഇരിക്കും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കമ്പയർ ചെയ്യുന്നത്. ആക്ച്വലി അദ്ദേഹം ചെയ്യുന്നത് ഡോക്യുമെന്ററിയാണ്, വ്ളോഗറല്ല അദ്ദേഹം മാധ്യമപ്രവർത്തനാണ്. അതുപോലെ സഞ്ചാരം എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനാണ് വ്ളോഗ്സ് എന്ന് പറയുന്നത്. അതായത് മുഖം കാണിച്ചു അതിനാണ്. അതായത് ഈ പലർക്കും ഇതിന്റെ ഡെഫിനേഷൻ അറിയത്തില്ല. ഇത് വീഡിയോ ബ്ലോഗിംഗ് എന്ന് പറയും. ബ്ലോഗിംഗ് എന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ എഴുതുന്നതിനാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അതിന്റെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിനാണ് വീഡിയോ വ്ളോഗിംഗ് എന്ന് പറയുന്നത്. ഈ വീഡിയോ വ്ളോഗിങ്ങിന്റെ ഷോർട്ട് ഫോം ആണ് വ്ളോഗ്. അത് ചെയ്യുന്നതിനെ വ്ളോഗർ എന്ന് വിളിക്കുന്നു. അതാണ് അതിന്റെ ബേസിക് സംഭവം. അപ്പൊ അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ എക്സ്പീരിയൻസുകൾ ഒക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് രണ്ടും രണ്ട് സാധനമാണ്. അപ്പം ഇപ്പൊ എൻ്റെ വീഡിയോയിലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഈ ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഞാൻ മെയിൻ എപ്പോഴും പോകുന്നത്. പല ഇപ്പോൾ എക്സാമ്പിൾ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പലർക്കും ഒരു രാജ്യത്ത് തന്നെ മ്യൂസിയം കാണാൻ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വെച്ചാൽ ഞാൻ എല്ലാ ചെറിയ മ്യൂസിയവും കയറി കാണും. എന്നിട്ട് ആ മ്യൂസിയത്തിലുള്ളത് കാണിക്കുകയും ചെയ്യും. പലരും അത് ജസ്റ്റ് ഇതാണ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പം അത് എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ അത് കാണിക്കുന്നു. പിന്നെ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇത് ഈ സാധനം ഇന്നതാണ്, ഇതിൻ്റെ ഹിസ്റ്ററി ഇതാണെന്ന് പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു എന്താ പോലെയാണ്. കാരണം അവിടെ ചെന്നിട്ട് ഇത് കാണിച്ച് അതിൻ്റെ ഹിസ്റ്ററി കൂടി പറയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എൻ്റെ ഒരു രീതി, എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യണം. ഈ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തിൽ നിന്നും അതിന്റെ ഹിസ്റ്ററി ഇപ്പൊ വിക്കിപീഡിയ മാത്രം വിശ്വസിച്ചാണോ എടുക്കുന്നത്? അല്ലല്ല, നമ്മൾ പല സൈറ്റുകളും നോക്കും. മെയിനായിട്ട് ഇന്റർനെറ്റ് തന്നെ നോക്കണം, നമുക്ക് അതേ സോഴ്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ പോണതിന് മുമ്പ് തന്നെ ഞാൻ ഐറ്റ്നറി ഒക്കെ ഐറ്റ്നറി ഉണ്ടാക്കാൻ തന്നെ എനിക്ക് 3-4 ദിവസം വേണം, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും. കാരണം ഇത് പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലം പോകണം, അതിന് ഇന്ന സ്ഥലത്തേക്കുള്ള വണ്ടി ഉണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നോക്കി 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 എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ പോകുന്ന സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ എടുത്ത് ഒരു ടെക്സ്റ്റ് ആക്കി വെക്കും. നമ്മൾ ഗൂഗിൾ കീപ്പാണ് ഞാൻ യൂസ് ചെയ്യണം. അതിനകത്ത് മൊത്തം എഴുതി വെക്കും, ടെക്സ്റ്റ് ആയിട്ട് തന്നെ എഴുതി വെക്കും ആ സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ ഇത് എന്താ സാധനം എന്ന് എനിക്ക് അവിടെ ചെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളൊരു ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇത് എന്താ സാധനം എന്ന് ചിലപ്പോൾ പേര് മനസ്സിലാവും. മാപ്പിലെല്ലാം നോക്കിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ പേര് ഇതാണ്, പക്ഷെ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നമ്മൾ അറിയത്തില്ല. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഗൈഡ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നേരെ ഇന്റർനെറ്റിനെ ആശ്രയിച്ചിട്ട് അതിൻ്റെ നോക്കണം. അതല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം നേരത്തെ തന്നെ നോക്കി വെച്ചിട്ട് പോവും. പിന്നെ ഈ വോയിസ് ഓവർ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എനിക്കിങ്ങനെ മൊത്തം ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഷോർട്ടുകൾ എടുത്ത് നോക്കും, എന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയാവും, പക്ഷെ എഡിറ്റിങ്ങിന് ടൈമൊക്കെ ഭയങ്കര കൂടുതൽ എടുക്കും. റൂമിൽ വന്നിട്ട് ഫോണിൽ തന്നെയാണ് വോയിസ് ഓവർ എടുക്കുന്നത്. അതെല്ലോ, നല്ല പണിയെടുക്കണ്ടല്ലേ? നല്ല പണിയാത്. മറ്റേ സുഖമാണ്, അങ്ങനെ ക്യാമറ അടിച്ച് ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് പോവാ. എഡിറ്റിങ് സുഖമാണ്, പെട്ടെന്ന് വീഡിയോ പുറത്തിറക്കാം. പക്ഷെ നമ്മുടെ ഈ ഹിസ്റ്ററി പറഞ്ഞ് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് നല്ല ടൈം എടുക്കും. അതാണ് നമ്മുടെ ഈ പ്രോപ്പറായിട്ട് വീഡിയോ ഡിലേ ആവേണ്ട പ്രധാന റീസൺ. എത്ര രാജ്യം പോയിട്ടുണ്ടാവും? ഇപ്പൊ 10-20 കേട്ടുള്ളൂ. മൊത്തം എനിക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. എനിക്ക് ചില വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്, അങ്ങനെ അതൊക്കെ കാണണമെന്നാണ്. എനിക്കിങ്ങനെ 195 രാജ്യവും പോകണം എന്നുള്ളൊരു പ്ലാനൊന്നുമില്ല. എൻ്റെ കൺസെപ്റ്റിൽ അതൊന്നും ഇല്ല. ആക്ച്വലി ഈ ബോർഡറൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചൊരു ചെറിയ പരിപാടിയാണ്. അതുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലെ വ്യത്യസ്തതയും ഹിസ്റ്റോറിക്കൽ പ്ലേസ് എനിക്ക് അതൊക്കെ നോക്കിയാൽ പോകുന്നത്. ഓക്കെ.
അങ്ങനെയാണല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കുറേ രാജ്യങ്ങളുടെ എണ്ണമൊന്നും ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ ഓക്കെ. വ്യത്യസ്ത സ്ഥലങ്ങളും ആയിരിക്കും നമ്മൾ പോകുന്നത്. ഞാൻ അങ്ങനെ നോക്കുന്നേ. ഓക്കെ. ഈ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായപ്പെട്ടത് പാകിസ്ഥാൻ യാത്ര തന്നെയാണ്. ആദ്യമായിട്ട് പാകിസ്ഥാനിൽ പോയി വ്ലോഗ് ചെയ്ത മലയാളി. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ പലരും പലവട്ടം പോയിട്ടുണ്ട്. അല്ലാണ്ട് മലയാളികൾ തന്നെ അവിടെ ജോലിക്കും എല്ലാം പോകുന്നുണ്ട്. പക്ഷെ വ്ളോഗ് ആരും വീഡിയോ ഇട്ടൊന്നും ചെയ്ത് കാണില്ല. മലയാളികൾ ജോലിക്കുണ്ടല്ലേ? ഉണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ അന്ന് ICCയുടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. എൻ്റെ ഒരു ക്യാമറമാൻ മലയാളിയാണ്, എന്നെ അറിയാം. അപ്പോൾ എന്നെ ഒന്ന് ഷെറിനല്ലേന്ന് ചോദിച്ചു, എൻ്റെ പാകിസ്ഥാനിൽ ഇസ്ലാമത് ഹോട്ടലിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി, ഇവിടെ മലയാളി ഞാനിവിടെ. അപ്പോൾ പുള്ളി അതിൻ്റെ ക്യാമറമാനായിരുന്നു, ഈ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ക്യാമറമാൻ. അപ്പോൾ അങ്ങനെ ഒരു മലയാളിനെ അവിടെ വെച്ച് കണ്ട്. ഏത് രാജ്യത്ത് പോലും ഒരു മലയാളിനെ കാണാന്ന് പറഞ്ഞാൽ പക്ഷെ അവിടെ ജോലി ചെയ്യുന്നല്ല, അത് ആ മത്സരത്തിന്റെ ഭാഗമായിട്ട് വന്നായിരിക്കും വന്നത്. അല്ലാണ്ട് വേറെ മലയാളികൾ ജോലി ചെയ്യണോ അറിയില്ല. പക്ഷെ കറാച്ചിയിലൊക്കെ മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പാകിസ്ഥാനികൾ. അതെങ്ങനെ എന്ന് വെച്ചാൽ പണ്ട് ഇവിടുന്ന് മറ്റേ 1921 കലാപം ഉണ്ടായല്ലോ ഇവിടെ. ആ സമയത്ത് കുറേ പേര് ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടായി. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഇല്ല, പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ലല്ലോ 21. അപ്പം അന്ന് കുറേ പേര് ജോലിയൊക്കെ അന്വേഷിച്ച് പോണ കൂട്ടത്തിൽ കുറേ പേര് കറാച്ചി ഭാഗത്ത് വന്നു. പിന്നെയാണ് ഈ വിഭജനം നടക്കണം. കുറച്ച് പേരൊക്കെ തിരിച്ചു വന്നു, ബാക്കിയുള്ളവർ അവിടെ തന്നെ വന്നു. നല്ല പച്ച മലയാളം സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്, കറാച്ചിയിലുണ്ട്. അവരുടെ തായ്വഴികളെല്ലാം മലയാളം പറയുമായിരിക്കും. പുതിയ തലമുറയും പറയും. എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ അപ്പൂപ്പനോ അച്ഛനോ ആരോ കേരളത്തിൽ നിന്നുള്ളതാണ്, ഞാൻ പാകിസ്ഥാനിയാണ്, നിങ്ങൾ കറാച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് തരാം, സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ നിവൃത്തിയില്ല, ബോർഡറൊക്കെ അടച്ച് വിസ ചിലപ്പോൾ കിട്ടില്ല, ഇനി വരാൻ പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. അപ്പം അവിടെ മലയാളിയുണ്ട്, അവർ കട നടത്തുന്നുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട് അവർക്ക്. പക്ഷെ പാകിസ്ഥാൻ സിറ്റിസനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെയൊക്കെ തായ്വഴി മറ്റേ അമേരിക്കയിൽ പോയി അങ്ങനെ നിന്ന പോലെ തലമുറകൾ കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്നത് പോലെ. അത് തന്നെ ആ സംഭവം. ശരിക്കും ഞെട്ടിയായിരുന്നു അവിടെ ചെന്ന് മലയാളം കേട്ടപ്പോൾ. പാകിസ്ഥാൻ ഞാൻ അവിടെ കണ്ടില്ല. ഞാൻ പോയത് ലാഹോർ, ഇസ്ലാമാബാദ്, ഇവര് കറാച്ചിയിലാണ് ഉള്ളത്. കറാച്ചി എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് സൈഡാ. മെസ്സേജാണ് അയച്ചവര്? ഒരു മെസ്സേജ് അയച്ചതാണ് വീഡിയോ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് സംഭവം. ഇതൊന്നും ഇവിടുത്തെ മലയാളികൾക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പാകിസ്ഥാൻ ഒരു ശത്രു രാജ്യം, നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കണം ശത്രു രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ കൾച്ചർ, ഇതുപോലെ മലയാളം സംസാരിക്കുന്ന മനുഷ്യർ, ഇങ്ങനെ കുറേ കണക്ഷൻസ് അവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ ഇരിക്കുന്നത് പാകിസ്ഥാനിലാണ്. നമ്മൾ ഈ മോഹൻജദാരോ അതൊക്കെ ഈജിപ്ഷ്യൻ സംസ്കാരമുള്ള കാലം തൊട്ടേ ഉള്ള സംഭവമാണ്. മറ്റേ ഹാരപ്പ നാഗരികത സംഭവമൊക്കെ അതൊക്കെ ഇപ്പോൾ പാകിസ്ഥാനില. അതൊക്കെ ആണെങ്കിൽ അവിടെ പോകേണ്ടി വരും. ഇപ്പം നമ്മൾ സിന്ദൂരൊക്കെ തൊടത്തില്ലേ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കല്യാണം കഴിഞ്ഞാൽ. ഇതൊക്കെ ആ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് വന്ന സാധനമാണ്. നമ്മുടെ ഭയങ്കര കണക്ഷൻ ഉണ്ട് ബേസ്. ഇപ്പം നമ്മൾ വന്നത് അവിടെ നിന്നാന്ന് പറയണ സൗത്ത് ഇന്ത്യൻസിന്റെ വന്നത് ഇറാനിൽ നിന്ന് ഈ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഏരിയയിൽ വന്ന് ഈ നാഗരികത കഴിഞ്ഞിട്ടാണ് പിന്നെ ആര്യൻസ് വരുന്നു. ബാക്കി സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന നമ്മൾ ഇന്നത്തെ നമ്മുടെ തലമുറ സൗത്ത് സൈഡിലോട്ട് വരുന്നു. ഇങ്ങനെ കുറെ ഹിസ്റ്ററി കിടപ്പുണ്ട്. ഈ പറയാൻ നിന്ന കുറെ ആലോചിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകും നമ്മൾ.